ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തിരിച്ച് ലോറിയിലേക്ക് പോവാന്ന്. എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കസിൻ ബ്രദർ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളീൻ്റെ കൂടെ എൻ്റെ ബൈക്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഐഷ, ബൈ ബൈ പാ. അപ്പോൾ ഓക്കെ. JK പാർക്ക് റെസിഡൻസി വെലോസിറ്റിയുടെ ഒരു ലോഞ്ച് ബാറായത്. മുമ്പത്തെ ആനബാർ എന്ന് പറയുന്നത്, ആനബാർ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ വരുന്നത് 10 മണിക്കാണ്. ഇപ്പോൾ സമയം 9:30 മണിയായിട്ടുണ്ട്. അപ്പോൾ യാത്ര പറയുന്നു. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ അയ്യൂബ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്നറിയില്ല. നോക്കാം, അന്വേഷിക്കാം. ഇവിടെ റിസർവേഷൻ കൗണ്ടർ ഇല്ല, പെട്ടെന്നുള്ള അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് റിസർവേഷൻ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകേണ്ടത്. നമ്മൾക്കിപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ 2ഉം ലെഫ്റ്റ് സൈഡിൽ 3ഉമാണ്. അപ്പോൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. കച്ചേഗുഡ സ്പെഷ്യൽ മുരുടേശ്വരം എന്ന് വരുന്നത്, കർണാടകയിലെ മുരുടേശ്വരം കച്ചേഗുഡ എന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. AC കമ്പാർട്ട്മെന്റ് ആണ് കാണുന്നത്. അങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനും അണ്ണനും കൂടിയിട്ട് നേരെ കോയമ്പത്തൂരിൽ നിന്ന് കരിമത്താമ്പട്ടിയിലേക്ക് പോവായിരുന്നു. അപ്പൊ അണ്ണന്റെ പേരെന്താണ്? മനോഹരൻ. എന്തൂര്? തുറയൂർ. തുറയൂർ എന്ന് പറഞ്ഞാല് എങ്കിൽ സേലം പക്കമാ? സേലം പക്കം അല്ലേ? ഓക്കെ. അതങ്ങ് കാണുന്നതാണ് നമ്മുടെ കറുമ്പത്താമ്പട്ടി ടോൾ പ്ലാസ, അതായത് കണ്ണൂരിൻ്റെ അടുത്തുള്ള ടോൾ പ്ലാസ. അപ്പം നമ്മൾക്ക് പോകേണ്ടത്, വണ്ടി എടുക്കാൻ വേണ്ടി പോകേണ്ടത് ഈ ഭാഗത്തേക്കാണ്. നമ്മുടെ സേലം ഭാഗത്തേക്ക് സർവീസ് റോഡിൽ കുറച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടു പോകുന്ന വഴിക്ക്. അപ്പോൾ മാനശ്വി അല്ലേ? ഓക്കെ, മാനശ്വി എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അപ്പോൾ ഇവരെ പരിചയപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് അറിയുന്ന ആളാണ്. ഒരു പകുതി മലയാളി പകുതി തമിഴാണ്. അപ്പോൾ അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ അല്ലേ? എവിടെ സ്ഥലത്തിൻ്റെ ഗൂഡല്ലൂർ 1-ാം മൈൽ ആനച്ചട്ടപ്പള്ളി. ഇവിടെ വന്നിട്ട് ഞാൻ വന്നിട്ട് ഒരു 20 ദിവസമായിട്ടുള്ളൂ. മോൻ വന്നിട്ട് ഇപ്പൊ 2-3 വർഷമായി. ഇവിടെ തന്നെ വന്നതാണ്. ഇപ്പൊ കട തുടങ്ങിയിട്ട് 6 മാസം ആകുന്നുള്ളൂ. ഇതാണ് ഡെലിവറിന്റെ ഇപ്പോഴത്തെ പുതിയ ഓഫീസ്, പുതിയ ആള്. ഡെലിവറി എന്ന് പറയും. ഡെലിവറിന്റെ പുതിയ ഹബ്ബ്. അവിടെ നമ്മുടെ വണ്ടി കിടക്കുന്ന ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. മുമ്പ് ഞാൻ 10 പേരല്ലേ ഇറങ്ങുമ്പോൾ ഓടിച്ചുകൊണ്ടിരുന്നത്, അതിൽ നിന്നല്ല ഇറങ്ങിയത്. ഇപ്പം അത് മാറിയിട്ട് ഇപ്പം ഞാൻ പണ്ട് ഓടിച്ചിരുന്ന 6762 നമ്മുടെ മനീഷ് അന്നേരം ഓടിച്ചിരുന്ന വണ്ടിയായത്. അതിനുശേഷം ഞാൻ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹർഷുൽ എന്ന് പറയുന്ന കോഴിക്കോടിലെ ഡ്രൈവർ ഓടിച്ച വണ്ടി. അപ്പോൾ നമ്മുടെ തന്നെ വണ്ടി അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുക, സാം ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ വണ്ടി തന്നെ, ഈ വെഞ്ചലിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ ഇനി എനിക്ക് പോകേണ്ടത് ഈ വണ്ടിയില്ല. ഇതിപ്പം 10 വീലറിലേക്ക് മാറ്റണം. ഇവിടുന്ന് ചെന്നൈ നേരം മാറ്റേണ്ടി വരും. ഇപ്പോൾ വണ്ടി ടയർ മാറ്റണം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. ടയർ മാറ്റിയൊന്നും അറിയില്ല. ഇവിടെയൊക്കെ വലിഞ്ഞിട്ടുണ്ടല്ലേ. ഈ വണ്ടിയിലാണ് ഞാൻ ഫാമിലിയായിട്ട് ഹൈദരാബാദിലൊക്കെ പോയിട്ടുണ്ടായത്.
ടയർ കുറച്ച് മോശമായിട്ട് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം തോന്നുന്നു. ഡീസലിൻ്റെ ക്യാപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. മനീഷുള്ള സമയത്ത് ഇത് മിസ്സിങ് ആണ്, പ്ലാസ്റ്റിക് ഇട്ട് വെക്കുന്നത്. അത് ക്യാപ്പ് എന്തായാലും വാങ്ങിക്കണം നിർബന്ധമായിട്ട്. ആണിപ്പോഴത്തെ അവസ്ഥ. നായ്ക്കൾ തണലിന് വേണ്ടിയിട്ട് താഴെ കിടന്നുറങ്ങുന്നുണ്ട് പാവം. ഇതാണിപ്പോൾ ഇവിടുത്തെ പുതിയ ഡെലിവറീൻ്റെ യാർഡ്, ഐ മീൻ ഗോഡൗണ്. ഇവിടത്തേക്ക് ഡൽഹിയിൽ നിന്നും അങ്ങ് ബോംബെ ഭാഗത്തെല്ലാം ലോഡ് വന്ന് സൗത്തിലേക്കുള്ള ലോഡ് വന്ന ഹബ്ബായത്. അതിനുശേഷം ഇവിടുന്ന് പല വണ്ടികളിലെ ചെറിയ ചെറിയ വണ്ടികളിൽ ഇതാക്കിയിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇവിടുന്ന് സപ്ലൈ ചെയ്യും. ഈ സൈഡിലും ഉണ്ട്. മുമ്പ് ഇത്ര വിപുലമായിട്ടുണ്ടായിട്ടില്ല അപ്പുറത്തെ പഴയ ഗോഡൗണിൽ. പക്ഷേ ഇവിടെ ഇപ്പം വലിയ സൗകര്യത്തിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് ഭാഗത്തും എനിക്കൊന്ന് ആ ഭാഗത്ത് മൂന്നാമത്തെ ഭാഗത്തും ഉണ്ട് സംശയമുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, അങ്ങോട്ട് പോയി നോക്കാം. ഇത് ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ്. ഇവിടുത്തെ വർക്കേഴ്സിനൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇവിടെ വണ്ടി വെക്കാനുള്ള സൗകര്യത്തിന് കണ്ടെയ്നർ ട്രെയിലറിൻ്റെ അറ്റാച്ച്മെൻറ്റ്. ഈ ഭാഗത്തും ഇവിടെ സെയിം സിസ്റ്റം ഉണ്ട്. അപ്പം 3 ഭാഗത്തും ഉണ്ട്. മുമ്പാങ്കിലാകാൻ എനിക്കൊന്നും ഒരു ഭാഗത്തേ ഉണ്ടായിട്ടില്ലെന്ന് എൻ്റെ ഓർമ്മ. ഇവിടെ 3 ഭാഗത്തായതുകൊണ്ട് നല്ല സൗകര്യമുണ്ട് വണ്ടികളൊക്കെ. ഈ കാണുന്ന ചെറിയ വണ്ടി മഹീന്ദ്രൻ്റെ ചെറിയ വണ്ടിയും മാക്സ് പിക്കപ്പ് നമ്മുടെ കമ്പനിയിൽ തന്നെയാണ്. ഇവഞ്ചലിൻ ലോജിസ്റ്റിക്സ് കൊറിയർ എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഓടുന്നതാണ് സ്ഥിരമായിട്ട്. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടോളിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടാണ് ഇവിടെ കണ്ടത്. ലവ് നമ്മ കണിയൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുവിധ സ്ഥലത്തെല്ലാം ഉണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ ഈ ചെറിയൊരു ഗ്രാമത്തിലും ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഇത് കണ്ട ചെറിയ അതിശം പോലെ എടുക്കാൻ നോക്കിയ. ഇതാണ് നമ്മളെ റൂം. ഇവരെ മുമ്പത്തെ അപേക്ഷിച്ച് ഭയങ്കര അടിപൊളിയാണ് ഇത്. പക്ഷേ നമ്മുടെ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ നമ്മൾ കൊണ്ടുവരണം. ബാക്കി നല്ല ഉന്നത്തിൻ്റെ കിടക്കയും തലയണിയും എല്ലാം ഉണ്ട്. മുമ്പാങ്കിലൊരു ഇത്ര ഇത് പുതിയത് ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായൊരു ഗുണമുണ്ടാവും. ഡബിൾ ബെഡാണ്. പക്ഷെ ഇതിപ്പം ഡ്രൈവർമാരെല്ലാം വളരെ കുറവായതുകൊണ്ട് ആരുമില്ല. 3-4 മുറിയുണ്ട് ഇതുപോലത്തെ. അപ്പോൾ കൂടി വന്നൊരു 10 ആളുണ്ടാവും. 2 ആൾ വെച്ച് ഓരോ റൂമിലെല്ലാം അഡ്ജസ്റ്റ് അങ്ങനെ കിടക്കുന്നത്. പിന്നെ മുകളിലുള്ളത് ഇപ്പോൾ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് നമ്മൾ ബാഗെല്ലാം വെക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കുറേ ബെഡുണ്ട്. എ സി ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ഗുണം. ഇവിടെ ഫാനിൻ്റെ കൂടെ എ സി ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് പുറത്ത് കണ്ടത് കിച്ചണാണ് ഇവിടുത്തെ. ഇത് പുതിയതായ പരിപാടി ഫെസിലിറ്റീസ് ഇപ്പോൾ പുതിയതായതുകൊണ്ട് ഒന്നും അറേഞ്ച്മെൻ്റ് ഒന്നും സെറ്റപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് എല്ലാം കാണുന്നില്ല, അരിയൊക്കെ കാണുന്നില്ല. മൊത്തം ബാഗോടെ മൊത്തം സാധനങ്ങൾ താഴെ ഇങ്ങനെ അട്ടിക്കിട്ട് വെച്ചിട്ടുള്ളത്. വർക്കേഴ്സൊക്കെ ഇങ്ങനെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയമായി ഏകദേശം. അപ്പോൾ അവർ വന്ന് ചോറും കറി അവർ തന്നെ ആവശ്യമുള്ളത് എടുത്തിട്ട് അതാ പിന്നെ വേസ്റ്റ് ആവില്ലല്ലോ. വെള്ളവും എല്ലാം ഇവിടെ സെറ്റപ്പ് ഉണ്ട്. പുതിയ മെഷീനൊക്കെ വെള്ളത്തിന് കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം പണി തീർന്നിട്ടില്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡൊക്കെ ആവശ്യമുണ്ട്. ആകെ ഒരു 1-2 സ്റ്റാൻഡേ ഉള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ റാക്കും വേണം. ഇതൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ചോറും ചൂട് കറിയും എടുത്തിട്ട് പുള്ളി പോകുന്നുണ്ട്. ഇതാണ് കുക്ക് ഇവിടുത്തെ. ജമ്മു കാശ്മീരുകാരനാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ വർക്കേഴ്സ് വരാൻ തുടങ്ങി. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചോറും പിന്നെ പരിപ്പ് കറിയാണ്. അതായത് ഈ കാണുന്ന ഈ മഞ്ഞയും ചുവപ്പും അതെന്ന് വെച്ചാൽ വർക്കേഴ്സിന് ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിക്കുന്നില്ലെങ്കിൽ സൈറ്റിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എടുത്ത് കഴിക്കാൻ പറ്റും, കൊണ്ടുപോയി കഴിക്കാൻ പറ്റും. പിന്നെ വെള്ളം വേണ്ടവരിതായി വെള്ളം കുടിവെള്ളം ബോട്ടിലിലേക്ക് നിറച്ചിട്ട് കൊണ്ടുപോകുന്നു. ഇവനും ഒരു കാശ്മീരിയാണ്. കാശ്മീരിലെ ഏതോ ഒരു നല്ലൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു.
കാണുമ്പോൾ ഒരു വിദേശിനെ പോലെ ഉണ്ട്, ഞാൻ പറഞ്ഞു. പിന്നെ വാഷ്റൂം ഇപ്പോൾ കുഴപ്പമില്ല, യൂറിനലിൻ്റെതും പിന്നെ റൈറ്റ് സൈഡിൽ ടോയ്ലറ്റും ലെഫ്റ്റ് സൈഡിൽ ഷവറുമാണ്. അപ്പോൾ അത്യാവശ്യം ഓക്കെയാണ് ഇപ്പം. ഇനി ഭാവിയിൽ എന്താവുമെന്ന് കണ്ടറിയേണ്ടി വരും. മുമ്പത്തെ ഗോഡൗണിൻ്റെ അവിടെ ഭയങ്കര മോശമായിരുന്നു. ബിൽഡിംഗ് ഒക്കെ പുതിയതായതുകൊണ്ട് ആ ഒരു സെറ്റപ്പിലാണ് ഉള്ളത് ഇപ്പോൾ. ഇത് ട്രെയിലർ അറ്റാച്ച്മെൻ്റ് നിന്ന് ട്രെയിലറിൻ്റെ ഹെഡ് ഡിസ്കണക്ട് ചെയ്യുന്ന, ആക്ച്വലി കണക്ട് ചെയ്യുന്നതാണ്. കാരണം ലോഡ് ഇറക്കിയ ശേഷം അവിടുന്ന് വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഹെഡ് കൊണ്ടുവച്ചിട്ട് അതിന് അറ്റാച്ച് ചെയ്തിട്ട് അത് കണക്ഷൻ കൊടുത്ത ശേഷം അങ്ങ് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അണ്ണൻ റെഡി ആയിട്ടുണ്ട്. ട്രെയിലർ അറ്റാച്ച്മെൻറ്റ് വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് അത് കൊണ്ടുപോയെന്ന്. അപ്പം വണ്ടി കാലിയാ. അപ്പം അണ്ണൻ്റെ റിവേഴ്സിങ് നമുക്ക് നോക്കാം. ട്രെയിലർ റിവേഴ്സിങ് അണ്ണൻ ഭയങ്കര ഇവിടുത്തെ പുലിയാണ്. എപ്പോഴും അണ്ണന് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടികൾ ഈ ട്രെയിലർ അറ്റാച്ച്മെൻറ്റ് ഉണ്ടല്ലേ ഇവിടെ വെച്ച്, അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് ലോഡ് പോയിന്റിലേക്ക് വെക്കുക, ലോഡ് കയറ്റുക, എന്നിട്ട് തിരിച്ച് ഇതുപോലെ വന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ലോങ് റൂട്ടിൽ കൊണ്ടുപോകേണ്ട വണ്ടികൾ അതിൻ്റെ ഹെഡ് കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ ട്രെയിലർ അറ്റാച്ച്മെൻറ്റ് അതിനെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ അണ്ണൻ എപ്പോഴും ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഈ റിവേഴ്സിങ് ഇതന്നെ മെയിനായിട്ടില്ല. അതുകൊണ്ട് അണ്ണൻ റിവേഴ്സിങ്ങിൽ പുപ്പുലിയാണ്. എപ്പോൾ വന്നാലും അണ്ണൻ തന്നെയാണ് അത് ഉണ്ടാവില്ല. അധികം പകൽ സമയത്ത് 2-3 ഷിഫ്റ്റിലുണ്ട് ആൾക്കാർ മാറുന്നത്, പക്ഷേ ഡേര അണ്ണൻ എപ്പോൾ ഉണ്ടാവുമെന്ന് കാണാറ്. അപ്പോൾ അണ്ണൻ റിവേഴ്സിങ് ചെയ്യാന്ന് ഒറ്റതിൽ തന്നെയാണ് എടുത്ത് വെക്കലുണ്ട്. സാധാരണ അധികം മുന്നോട്ടൊന്നും പോകേണ്ട വരാറില്ല, കൊണ്ടുപോയി വെക്കാറുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പം നമുക്കതൊന്ന് നോക്കാം എൻ്റെ റിവേഴ്സിങ് എങ്ങനെ ഉണ്ടെന്ന്. അണ്ണൻ ഉപയോഗിക്കുന്നതിൻ്റെ ഹെഡ് എനിക്കൊന്ന് ഐച്ചറാണ് ഉണ്ടത്. അപ്പോൾ കൂടുതലും ഈ ഡെലിവറീൻ്റെ ഈ ട്രെയിലർ അറ്റാച്ച്മെൻറ്റ് കൊണ്ടുപോകുന്നത് സ്കാനിയ വണ്ടിയിലാണ് ലോങ്ങെല്ലാം പോകുന്ന കാണാറ്. നമ്മൾ റൂട്ടിൽ കാണുമ്പോൾ, അതായത് ഡൽഹിയിലേക്കെല്ലാം പോകുന്നത്, പിന്നെ ബോംബെ റൂട്ടിലെല്ലാം കാണുന്നത് സ്കാനിയൻ്റെ വണ്ടിയാണ് കൂടുതൽ. അതാകുമ്പോൾ അവർക്ക് ഡ്രൈവേഴ്സിന് സുഖമാണ്. എനിക്കൊന്ന് മെയിൻ്റനൻസിനെല്ലാം സ്കാനിയ നല്ല ഇതാവുന്നുണ്ടാവും. അവർക്ക് കുഴപ്പമില്ലാണ്ട് അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടാവും. ഓടിക്കാനും സുഖമല്ലേ സ്കാനിയ. മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ നല്ല വണ്ടി സ്കാനിയല്ലേ. പണ്ടത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഹെഡൊന്ന് അഴിച്ചു മാറ്റണം. അപ്പോൾ ആണ് ചെയ്യുന്നത്. അതിൻ്റെ ബ്രേക്ക് അറ്റാച്ച്മെൻറ്റ് ലൈറ്റിങ്ങിൻ്റെ സിസ്റ്റം അതങ്ങ് അഴിച്ച് റിലീസ് ചെയ്യാന്ന്. ഇനി ട്രെയിലർ അതിൽ നിന്ന് റിലീസ് ചെയ്യണം ഹെഡിൽ നിന്ന്. അപ്പോൾ അത് ഈ ഭാഗത്ത് വന്നിട്ട് ഈ ലിവർ, അതായത് ഈ കാല് ആദ്യം താത്തിട്ട് ട്രെയിലർ ഉറപ്പിക്കണമല്ലോ ഭൂമിയിൽ. അതിന് ശേഷം അതിൻ്റെ പവർ ബ്രേക്കിംഗ് സിസ്റ്റം, അതായത് പാർക്ക് ബ്രേക്ക് ഓൺ ചെയ്ത് വെക്കണം. അത് ഓൺ ചെയ്ത ശേഷം പിന്നെ ഇവിടുന്ന് ട്രെയിലറിൻ്റെ അറ്റാച്ച്മെൻറ്റിലേക്ക് ആ ഒരു ലിവർ വലിച്ചിട്ട് റിലീസ് ചെയ്താൽ അത്രയേ ഉള്ളൂ. ഈ കാണുന്ന ലിവറാണ് വലിച്ച് റിലീസ് ചെയ്യേണ്ടത്. അതിന് ശേഷം വണ്ടി മുന്നോട്ടാക്കാൻ പറ്റും. അണ്ണൻ ഇതന്നെ ഡ്യൂട്ടി ആയതുകൊണ്ട് അണ്ണന് എന്താ പറയുക, വല്ലഭന് പുല്ലും ആയുധം നിത്യാഭ്യാസി ആനയെടുക്കുന്ന പറഞ്ഞ പോലെ ദിവസവും ഇതന്നെ ഡ്യൂട്ടി. അപ്പം അണ്ണൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ട്രെയിലർ. ഇതും നമ്മുടെ കമ്പനിയുടെ ഇവഞ്ചലിൻ്റെ ഒരു വണ്ടിയാണ്. ഐച്ചറിൻ്റെ പ്രോ 2049 ബ്യൂടെക് എന്ന് പറയുന്ന കമ്പനി. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഇതായെടുക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയ ലോഡ് ശരിയായിട്ടുണ്ട്. കോയമ്പത്തൂർ തന്നെയാണ് പോകേണ്ടത്. കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ് പോകേണ്ടത് ലോഡും കയറ്റിയിട്ട്. അപ്പോൾ പുതിയ ലോഡിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.